ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടും മുമ്പ് പറയുകയാണ്, എനിക്ക് കോൾഡ് ഉള്ളതുകൊണ്ട് വോയിസ് കുറച്ച് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ പ്ലീസ് അഡ്ജസ്റ്റ്. അപ്പോൾ ഇന്ന് ഈവനിങ് തങ്കത്തിന് പാർക്കിൽ പോകണമെന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതും അടുത്തുള്ള പാർക്കിൽ പോകണ്ട, സ്ഥിരം പോയ പാർക്കിലൊന്നും പോകണ്ട, വേറെ പാർക്കിലും വേറെ ഫീലും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് മിഥുൻ അന്വേഷിച്ചപ്പോൾ തെള്ളകത്തൊരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തെള്ളകത്തിലെ പാർക്കിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ചൈതന്യ പാർക്ക് എന്നാണ് പേര്. അപ്പോൾ നമ്മൾ ഉൾവഴികളിലൂടെയാണ് പോണത്. അപ്പോൾ തങ്കത്തിന് ഡൗട്ട്ഫുള്ളായി, ഉൾവഴിയിലൊക്കെ പോണത് പഴയ പാർക്കിലേക്കാണോ എന്നൊക്കെ ഉള്ള ഡൗട്ടും കൺഫ്യൂഷനൊക്കെ അടിച്ച് തങ്കം വണ്ടിയിൽ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ മീനച്ചിലാറിൻ്റെ തീരത്തു കൂടെ പോണത്. അപ്പോൾ തങ്കത്തിന് കുറച്ച് നേരം പുഴയിൽ നീന്തണത്രേ. 3 പേർക്കും നീന്തൽ അറിയില്ല. അപ്പോൾ തങ്കത്തിൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്ത് വണ്ടി നിർത്തിയിട്ട് ആറൊക്കെ ഒന്ന് കാണിച്ചു. അപ്പോൾ ഒരു തോണിക്കാരനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളെയൊക്കെ ഒന്ന് കാണിച്ച് കുറച്ച് നേരം അവിടെ നിർത്തിയിട്ട് നമുക്ക് ഫീ പോകണ്ടേ, പുതിയ പാർക്കിൽ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാക്കി വണ്ടിയിൽ കയറ്റി നമ്മൾ അവസാനം ചൈതന്യ പാർക്കിലെത്തി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതിനോട് ഇത്ര ദൂരത്തേക്ക് പോകണോ, നല്ലതായിരിക്കുമോ എന്നൊക്കെ. പക്ഷെ അവിടെ പോയി കണ്ടപ്പോൾ ഉണ്ടല്ലോ, നല്ല കിടിലൻ പാർക്കാണ്, നല്ല ആംബിയൻസ് ആണ്, നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്, നല്ല കാം ഏരിയ ആണ്, നല്ലൊരു പ്ലേസ്. കുറേ റൈഡ് ഉണ്ട്, കുട്ടികൾക്കും ഉണ്ട്, ഇതിൽ മുതിർന്നവർക്കും കയറാം കേട്ടോ. പിന്നെ മുതിർന്നവർക്ക് ഒരു ജിം ഏരിയ ഉണ്ട്. അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഞാൻ പിന്നെ അത് വീഡിയോ എടുത്തില്ല. തങ്കത്തിന് നിറയെ സ്പേസും കുറേ റൈഡുകളൊക്കെ കണ്ടപ്പോൾ തങ്കം ആകെ അന്തം വിട്ടിട്ട് ഓടിപ്പോയി. ഒരു പ്രശ്നം പറ്റിയത് എന്താ വെച്ചാൽ, നമ്മൾ ഈവനിങ് ഒരു 5-5:30 ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. നേരത്തെ ഇരുട്ടുന്നതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായി തോന്നി. അടുത്ത തവണ വരുമ്പോൾ നേരത്തെ വരണം. അപ്പോൾ നിറയെ റൈഡുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ കയറുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു വെതർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ഇരുട്ടുന്നതുകൊണ്ട് ഒരു 4:30-ക്കെങ്കിലും വരണം. അങ്ങനെ ഞാൻ അവിടെ ഒരു സ്ഥലത്ത് കുറച്ച് നേരം ഇരുന്നു, പ്രകൃതി രമണീയതയൊക്കെ കണ്ടിട്ട്. അപ്പോൾ കുറേ, അത് മാത്രമല്ല അവിടെ കുറേ ഹാംസ്റ്റേഴ്സ് ഉണ്ട്, മൊയലുകളുണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ല അടിപൊളി സ്ഥലമാണ്. അങ്ങനെ പലതരത്തിലുള്ള ഫീ ഞാൻ നോക്കുമ്പോൾ തങ്കം പലതരത്തിലുള്ള ഫീന്ന് ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടു. അങ്ങനെ അതുപോലെ നമുക്കൊക്കെ ആണെങ്കിൽ നടക്കാനും നല്ല സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ലവ് ബേർഡ്സൊക്കെ കണ്ട് ഇതൊക്കെ നല്ല ഭംഗിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ക്ലീൻ ഏരിയയാണ്. അപ്പോൾ അതാ തങ്കം ഫ്രോഗ് പോലത്തെ ഒരു ഫീ കൂടെ വരുവാണ്. തങ്കത്തിന് ഫീൽ കയറിയത് മതിയായി. പലതരത്തിലുള്ള ഫീ ആണേ. അപ്പോൾ പക്ഷേ ഒരു കുട്ടികൾ, നിങ്ങൾ തേഴ്സ്ഡേ ഈവനിങ് ആയി വന്നതുകൊണ്ട് കുട്ടികൾ കുറവായിരുന്നു. കുട്ടികൾ കുറച്ചും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായേനെ, തങ്കത്തിന് എൻജോയബിൾ ആയേനെ. ഈ റൈഡിലൊക്കെ നമുക്കും കയറാം, മുതിർന്ന ആൾക്കാർക്കൊക്കെ കയറാം. മറ്റു പാർക്കിൽ എഴുതിയിട്ടുണ്ടാവില്ല 10 വയസ്സിന് താഴെയുള്ളവർക്കാണ് കയറാൻ പാടുള്ളൂ. പക്ഷേ ഇതിൽ അങ്ങനെ എല്ലാത്തിലൊന്നുമില്ല. ചിലതിലൊക്കെ ഈ പറഞ്ഞതിലൊക്കെ നമുക്കും കയറാം, മുതിർന്നവർക്കും കയറാം. കോഴിയിലല്ല, അതിന് മുമ്പത്തേലൊക്കെ. ഞാൻ തങ്കത്തിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരുന്ന ഒരു ഈവനിങ് വാക്ക് പോലെ നമുക്കും അതൊരു നല്ലതാണല്ലോ. ഇത് ഹാംസ്റ്ററാണ്. അപ്പോൾ തങ്കം വീഡിയോസിലൊക്കെ ഹാംസ്റ്റർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ തങ്കത്തിന് ഹാംസ്റ്ററൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. കുറച്ച് ചിലതിനെയൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് തൊട്ട് നോക്കി. അങ്ങനെ ഇങ്ങനെ പുരാവസ്തു ഒരു ഏരിയ ഉണ്ടായിരുന്നു, പുരാവസ്തുക്കളൊക്കെ വച്ചിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു. അത് പക്ഷേ ക്ലോസ് ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു. കിണ്ടികൾ, വിളക്കുകൾ, ദീപസ്തംഭങ്ങൾ, പഴയ വണ്ടികൾ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അതിന് ഇനി സ്പെസിഫിക് വല്ല ടൈമിംഗ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ബൈ ദ വേ, പാർക്കിന് ടൈമിങ് 10 AM to 8 PM ആണ്. എൻട്രി ഫീ ഒന്നുമില്ല. പക്ഷേ ട്രാംപ്ലിനും അതുപോലെ ബോൾ പിറ്റിനും മാത്രമാണ് എൻട്രി ഫീ ഉള്ളത്. ഞാൻ വഴിയെ പറയാം. അപ്പോൾ അത് നിറയെ മരങ്ങളൊക്കെ ഉണ്ട്, നിറയെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, വേറൊരു ലവ് ബേർഡ്സിൻ്റെ ഏരിയയാണ്. നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കാം അറ്റ്മോസ്ഫിയറാണ്. നല്ല മരങ്ങളും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കണം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ടൈം നേരത്തെ വരണമെന്ന് പറയുമായിരുന്നു ഞാൻ ഇതിനോട്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ മൃഗങ്ങളുടെയൊക്കെ ശില്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തങ്കത്തിന് ഞാൻ കണ്ടു സെബ്ര, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ടെക്സ്റ്റിലൊക്കെ പഠിച്ചുള്ളതൊക്കെ പ്രാക്ടിക്കൽ നോളജൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൾ വേറെ വഴിക്ക് പോയി. പിന്നെ അങ്ങനെ നമ്മൾ ഈ വഴി പോയപ്പോഴാണ് തങ്കം ബോൾ പിറ്റ് കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബോൾ പിറ്റിനും അതുപോലെ തന്നെ ട്രാംപ്ലിനും മാത്രം നമ്മൾ പേ ചെയ്യണം. ബോൾ പിറ്റിന് ₹20 ആണ്, അതുപോലെ ട്രാംപ്ലിന് ₹10 ആണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ചേച്ചിയാണ് നമുക്ക് ഇതിൻ്റെ കൂപ്പണൊക്കെ തരുന്നത്. അപ്പോൾ ബോൾ പിറ്റിലും തങ്കം ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണിത്. പക്ഷെ കുട്ടികളില്ലാത്ത മാത്രമാണ് ഒരു പ്രശ്നം ഉണ്ടായത്. പിന്നെ ട്രാംപ്ലിനിലും വന്നു. ട്രാംപ്ലിന് ₹10 നമ്മൾ പേ ചെയ്യേണ്ടത്. ട്രാംപ്ലിന് ഈ പറഞ്ഞ പോലെ കുറേ കുട്ടികളുണ്ടായിരുന്നെങ്കിൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു തങ്കത്തിന്. പക്ഷെ അവൾ ഉള്ള സമയം നല്ല എൻജോയ് ചെയ്തു കേട്ടോ. നല്ലൊരു ജാതി മരം നല്ലോണം കായ്ച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. തങ്കം ട്രാംപ്ലിനിൽ ചാടി കളിക്കുകയാണ്. കുറച്ച് ഫീയും ട്രാംപ്ലിനൊക്കെയാണ് അവളുടെ ഇഷ്ടമുള്ള റൈഡുകളൊക്കെ. അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെയും
ഒരു ഹെലികോപ്റ്റർ പോലത്തെ ഒരു റൈഡ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിലൊക്കെ അവൾ എല്ലാത്തിലും കയറി എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഇരുട്ടായപ്പോൾ നമ്മൾ തിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇരുട്ടായതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് നമ്മളും പോന്നു. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. തങ്കത്തിന് വിശന്നു. ഒബിയസ്ലി ഇതിലൊക്കെ ചാടി മറിഞ്ഞ് കളിച്ചപ്പോൾ വിശക്കുമല്ലോ. ഞങ്ങൾക്കും വിശപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീട്ടിൽ ഫുഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ കയറണമെന്ന് നിർബന്ധിച്ചില്ല. പക്ഷെ തങ്കം വിശക്കണോണ്ട് നമ്മളെന്നാൽ വെളിയിൽ പോവാം, വെളിയിലത്തെ ഹോട്ടലിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ശ്രീ ആനന്ദ് ഭവനിൽ വന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ഹോട്ടലാണ് കേട്ടോ. പറഞ്ഞ പോലെ വളരെ നല്ലൊരു ഹോട്ടലാണ്, വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ തങ്കത്തിന് നമ്മൾ ബട്ടൂരയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ വെജ് കട്ട്ലറ്റ്, നമുക്ക് ഒരു ചെറിയ വെജ് കട്ട്ലറ്റ് ഒരു കാപ്പിയാണ് നമ്മൾ കഴിച്ചത്, ഞാനും ഇതിനും. തങ്കത്തിന് ബട്ടൂര, അതോടെ അവളുടെ ഡിന്നർ അവിടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾ പൂരി ചോദിച്ചപ്പോൾ പൂരി കിട്ടിയില്ല. പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളത് ബട്ടൂര. അപ്പോൾ അങ്ങനെ ബട്ടൂര കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു കാപ്പിയും കുടിച്ചു, ഒരു വെജ് കട്ട്ലറ്റും കഴിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഞങ്ങളുടെ പാർക്ക് ഈവനിങ് വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.